ഷഹീദ് വിവരങ്ങളുമായി തുടരുന്നത്. ഷഹീദ്, സംഘർഷഭരിതമായ അന്തരീക്ഷമാണ്, പ്രതിഷേധം സ്വാഭാവികമാണ്. അത് ഏത് സംഘടനയുടെ ഭാഗത്തു നിന്നായാലും ഇങ്ങനെയൊരു കുട്ടിയുടെ മരണം സംഭവിക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തിയ ബോധപൂർവമായ ശ്രമം എന്നൊക്കെ പറയുക എന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവും സംശയവും ഇല്ലാത്തതുമാണ്. ആ നിലയിൽ അത്രത്തോളം രൂക്ഷമായ പ്രതികരണങ്ങളല്ലേ വരുന്നത്? ഈ പ്രതിഷേധം എത്ര സമയം നീണ്ടുനിന്നു? വനമന്ത്രി ഇപ്പോഴും ഗസ്റ്റ് ഹൗസിൽ തന്നെയുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പുതിയ പ്രതികരണങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന, അതിനെതിരെയുള്ള പ്രതിഷേധം, അതിന്റെ തീവ്രത നമുക്ക് പ്രതിഷേധത്തിന്റെ രൂപത്തിലും കാണാൻ കഴിയുന്നുണ്ട്. പ്രവർത്തകർ ഒരു തരത്തിലും വഴങ്ങാതെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ശ്രമമാണ്. അതിനെ നേരിടാനാണ് പോലീസും ഇപ്പോൾ ശ്രമിക്കുന്നത്. അറസ്റ്റ് വഹിക്കാൻ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. അത് ശക്തമായ പ്രതിഷേധം മന്ത്രിയുടെ ഈ പ്രസ്താവന നിലപാടിനെതിരെ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. മന്ത്രി ഇപ്പോഴും രാവിലെ മുതൽ തന്നെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലാണുള്ളത്. മന്ത്രി ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഗസ്റ്റ് ഹൗസിന്റെ ഒരു 150-200 മീറ്റർ അകലെ വെച്ചാണ് പോലീസ് ഈ പ്രതിഷേധം തടഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം ചെറുത്തുനിന്ന് പിന്നീട് അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിക്ക് വഴങ്ങുകയാണ് ചെയ്യുക പ്രവർത്തകർ. പക്ഷേ ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ തയ്യാറാവാതെ ഇരുന്നതോടുകൂടിയാണ് പോലീസുമായി ഒന്നും തള്ളും ബലപ്രയോഗവും ഒക്കെ ഉണ്ടാകേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. ഇപ്പോഴും പൂർണ്ണമായും പ്രവർത്തകരെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് വഴങ്ങില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രവർത്തകർ ഉള്ളത്. മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കോഴിക്കോട് ഉയരുന്നത്. രതീഷ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടിയാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന് മുന്നിൽ. അവിടെ നേരിയ തോതിലുള്ള ഉന്തും തള്ളും ഉണ്ടായി, കയ്യാങ്കളിയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വനമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഈ പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചത്. വനമന്ത്രി നടത്തിയ പ്രസ്താവന അത് മനുഷ്യത്വരഹിതമാണ്, രാഷ്ട്രീയം കലർത്തിയ പ്രസ്താവനയാണ് എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് ആധാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നേട്ടമുണ്ടാക്കാൻ ബോധപൂർവമായി നടത്തിയ നീക്കം എന്തായിരുന്നു? ഒരു മരണവുമായി ബന്ധപ്പെട്ട് വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. അത്തരം സംശയം വനമന്ത്രി ഉന്നയിക്കുകയായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചിട്ടും KCBയുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം എന്ന പ്രതികരണമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി, കയ്യാങ്കളിയിലേക്ക് പോകുന്ന സ്ഥിതിയും അവിടെ ഉണ്ടായി. ഇപ്പോൾ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ അവിടെ നിന്ന് മാറ്റുകയാണ്. അതേസമയം തന്നെ വീണ്ടും കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തി പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുകയാണ്. വനമന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണുള്ളത്. AK ശശീന്ദ്രന്റെ പ്രതികരണത്തിന് എതിരെയാണ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷഹീദ് വിവരങ്ങളുമായി തുടരുന്നത്. ഷഹീദ്, എല്ലാ പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് നീക്കിയോ? സംഘർഷാന്തരീക്ഷം ഒഴിഞ്ഞോ? എന്താണ് അവിടുത്തെ സ്ഥിതി? രതീഷ്, ഏറെക്കുറെ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില പ്രവർത്തകർ ഇവിടെയുണ്ട്. പക്ഷെ അവർ ആ തരത്തിൽ പ്രതിഷേധിക്കാനുള്ള എത്തിയവരല്ല. അവർക്ക് പിന്തുണയുമായി പ്രതിഷേധിക്കാനെത്തിയ പ്രവർത്തകർ അഭിവാദ്യം അർപ്പിക്കാനും വേണ്ടി എത്തിയിട്ടുള്ളതാണ്. ഏതായാലും പ്രതിഷേധക്കാരെ ഏറെക്കുറെ പൂർണ്ണമായും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഗസ്റ്റ് ഹൗസിന് തൊട്ട് മുമ്പായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രതിഷേധം അവസാനിക്കുന്ന വിചാരിക്കുന്ന ഒരു സംശയം വേണ്ട, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. ഞങ്ങൾ ഇനി എത്ര പ്രതിഷേധം അവസാനിക്കുന്ന വിചാരിക്കുന്ന ഒരു സംശയം വേണ്ട, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. ഞങ്ങൾ ഇനി എത്ര ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുകയാലും ഞങ്ങളെ പ്രവർത്തകർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ശശീന്ദ്രനെ ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അദ്ദേഹം രാജിവെക്കാതെ ഒരു നിമിഷം പോലും ഈ സമരം പിന്നോട്ട് പോകില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? മരിച്ചതിൽ ദുരൂഹത ഉണ്ടെന്നോ? അതിനർത്ഥം എന്താ? ആരോ ആ കുട്ടിയെ കൊന്നു എന്നല്ലേ? അത്തരം ചെറ്റത്തരം പറയുന്ന മന്ത്രിയെ റോട്ടിലിറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു സംശയം വേണ്ട. ഞങ്ങളെ കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം അപമാനമാണ് ആ മന്ത്രി. ഞങ്ങളെ
കോഴിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുക നിങ്ങൾ എല്ലാവരും കണ്ടു. സാധാരണ ഒരു സമരം വരുമ്പോൾ എവിടെയാണ് നിൽക്കുക? ഗേറ്റിന്റെ മുന്നിൽ ആ പോലീസുകാർ നിൽക്കുക അല്ലേ? ആ പോലീസുകാർ എവിടെ വന്നിട്ടാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതാ? ഇവിടെ വന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത്. അത്രയ്ക്ക് പോലും പേടിയാണ് ഏത് പോലീസുകാർക്ക്. ഇവരുടെ നാടകമായി നടക്കുന്നത്. ഒരു സംശയവും വേണ്ട, റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല ശശീന്ദ്രൻ. പ്രതിഷേധം കൂടുതലായി. ഇനി അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഈ കേരളത്തിന്റെ തെരുവുകളിൽ എവിടെയും മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഞങ്ങൾ അടയ്ക്കും. കാരണം ഒരു കാരണവശാലും ശശീന്ദ്രനെ ഞങ്ങൾ റോഡിൽ ഇറങ്ങി മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ 9 വർഷത്തിനിടയ്ക്ക് നൂറുകണക്കിന് ആളുകളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കേരളത്തിൽ മരണമടഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ്. ഇനി ഒരു മരണം ഉണ്ടാവാൻ ഞങ്ങൾ കേരളത്തിൽ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് കേരളത്തിന്റെ വനം വകുപ്പ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ് വലിയ പ്രതിഷേധം വനം മന്ത്രിക്കെതിരെ രൂപപ്പെടുന്നത്. വനം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, മന്ത്രിയെ തടയും എന്നതടക്കമുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ വരികയാണ്. നമുക്ക്